ട്യൂബൽ റീകനലൈസേഷനെ കുറിച്ചാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം മെഡിറ്ററേനിയൻ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ചീഫ് കൺസൾട്ടന്റും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ പ്രീത PR ആണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ഈ ട്യൂബൽ റീകനലൈസേഷൻ എന്ന് പറയുന്നത്? ട്യൂബൽ റീകാനലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ ഫലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിനി കുഴലെന്ന് പറയും. അതായത് ഗർഭപാത്രത്തിന്റെ രണ്ട് സൈഡിലിരിക്കുന്ന ഒരു അവയവമാണ് ഈ അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ഫലോപ്യൻ ട്യൂബ്. ഈ അണ്ടവാഹിനി കുഴലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അണ്ടവും ബീജവും, അണ്ടാശയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുന്ന ഭാഗം ഈ അണ്ടവാഹിനി കുഴലാണ് അല്ലെങ്കിൽ ഫലോപ്യൻ ട്യൂബാണ്. ഫലോപ്യൻ ട്യൂബ് എന്നൊരു മസ്കുലർ സ്ട്രക്ചർ, അതിനകത്ത് മസിലാണ് മെയിൻലി ഉള്ളത്. ഈ മസിലിനകത്ത് ഒരു മ്യൂക്കോസൽ ലെയർ ഉണ്ട്. അതായത് ആ മ്യൂക്കോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായിലും ഒക്കെ ഉള്ള ഒരു ലെയറാണ് മ്യൂക്കോസൽ ലെയർ. അതുപോലെ ഒരു മ്യൂക്കോസൽ ലെയർ ഉണ്ട്. ആ മ്യൂക്കോസൽ ലെയറിനകത്ത് നിന്ന് ഈ ഹെയർ ലൈക്ക് ചെറിയ മുടി പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മുടെ മൂക്കിലൊക്കെ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചർ കൊണ്ടാണ് ശ്വാസം അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ ഫിൽട്ടർ ചെയ്തൊക്കെ വിടുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ നമ്മുടെ ഈ അണ്ടവാഹിനി കുഴലിന്റെ അകത്തും ഉണ്ട്. ഈ ഹെയർ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹെയർ പോലത്തെ മുടി പോലത്തെ സ്ട്രക്ചറിന്റെ മൂവ്മെന്റ് കാരണമാണ്, അല്ലെങ്കിൽ അതിന്റെ ചലനം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചലനം കാരണമാണ് ഈ അണ്ടവും ബീജവും അതുവഴി മൂവ് ചെയ്ത് അതിനകത്ത് വെച്ച് യോജിച്ച് ഭ്രൂണമായിട്ട് പിന്നെ യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിടിക്കുന്നത്. അപ്പൊ ഈ അണ്ടവാഹിനി കുഴലിന്റെ ഫംഗ്ഷൻ ഇതാണ്. അതായത് അണ്ടവും ബീജവും തമ്മിൽ യോജിക്കാനുള്ളൊരു സ്ഥലവും അതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ചലനവും നടക്കുന്നത് ഈ അണ്ടവാഹിനി കുഴലാണ്. അപ്പൊ സാധാരണഗതിയിൽ ഈ കുടുംബാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആണ് ഈ ട്യൂബൽ, നമ്മൾ ചെയ്യുന്ന ഒരു സർജറിയാണ് ട്യൂബൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ പ്രസവ നിർത്തലെന്ന് സാധാരണഗതിയിൽ പറയുന്ന ഒരു സർജറി. അത് ചെയ്യുന്നത് സാധാരണ ഈ അണ്ടവാഹിനി കുഴൽ കട്ട് ചെയ്യുകയാണ്. അണ്ടവാഹിനി കുഴൽ രണ്ട് സൈഡിലും ഉണ്ട് ഗർഭപാത്രത്തിന്റെ. അത് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, 2-3 കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾ കുട്ടികൾ ഇനി ഉണ്ടാവാതിരിക്കാനായിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് ഈ ട്യൂബൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ട്യൂബിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റും. അപ്പം ഈ അണ്ടവും ബീജവും തമ്മിൽ യോജിക്കില്ല. അങ്ങനെയാണ് ഈ ഫാമിലി പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു കുഞ്ഞും കൂടെ വേണം അല്ലെങ്കിൽ ഇനിയും പ്രഗ്നൻസി ആവണമെന്നുള്ള അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ട്യൂബ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യണം എന്നുള്ള അവസ്ഥ വരുമ്പോൾ ചെയ്യുന്ന ഒരു സർജറിയാണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷനാണ് ട്യൂബൽ റീകനലൈസേഷൻ. ഈ കട്ട് ചെയ്ത ഭാഗം യോജിപ്പിക്കുന്ന ഒരു സർജറിയാണ് ട്യൂബൽ റീകനലൈസേഷൻ. ഡോക്ടർ, ആർക്കൊക്കെയാണ് പൊതുവെ ഈ ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത്? സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന സ്ത്രീകളാണ്. ഇപ്പം ഒരു കപ്പിളിന് അവരുടെ 2-3 കുട്ടികളുണ്ട്. ഒന്നുകിലൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു കലാമിറ്റി, എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ട് കുട്ടികളെല്ലാം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ ഒരു കുട്ടി നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ പിന്നെ ചിലപ്പം ജനറ്റിക് ആയിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള അസുഖങ്ങൾ, അങ്ങനെയുള്ള അസുഖം ചിലപ്പം ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോൾ ചില അസുഖങ്ങൾ കണ്ടുപിടിക്കും. അത് പിന്നെ ഓരോ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രതിഫലിച്ചു തുടങ്ങും. അങ്ങനെ ചിലപ്പോൾ ഒരു പ്രായമാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും മരിക്കും. അങ്ങനത്തെയൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണ അല്ലെങ്കിലും വളരെ റെയറായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും കാണുന്നത് ഈ ആക്സിഡന്റും അങ്ങനത്തെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്നുള്ള അസുഖങ്ങൾ കാരണം മരിക്കുക. അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചു കഴിയുമ്പോൾ പിന്നെ അവർക്ക് വീണ്ടും ഒരു കുഞ്ഞ് വേണമെന്ന് ഒരു ആവശ്യം വരുമ്പോഴാണ് സാധാരണഗതിയിൽ അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അതേസമയം ഈ ഡെവലപ്ഡ് കൺട്രീസ്, പുറത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്, നമ്മുടെ നാട്ടിലും കാണാറുണ്ട്, പക്ഷെ എന്നാലും പുറം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ന്യൂലി മാരീഡ് ആകുമ്പോൾ, ഇപ്പം ഒരു 2 കുട്ടികളുള്ള സ്ത്രീകൾ പ്രസവം നിർത്തിയതിനു ശേഷം വീണ്ടും വിവാഹിതയാവുമ്പോൾ അതിലൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അത് ഒരു ഇൻഡിക്കേഷനാണ്. അതിൽ നമുക്കും നാട്ടിൽ വരാറുണ്ട്, പക്ഷെ പുറം രാജ്യങ്ങൾ കുറച്ച് കൂടുതലാണ്. പിന്നെയുള്ളത് കുഞ്ഞുങ്ങൾ 2-3 പേരുണ്ട്, എങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്കൊരു ആഗ്രഹം കാണും ഒരു കുഞ്ഞും കൂടെ വേണമെന്നുള്ളപ്പോൾ. അങ്ങനെയുള്ളപ്പോഴും നമ്മൾ ഈ ട്യൂബൽ റീകനലൈസേഷൻ ചെയ്യും. പിന്നെ ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ ഇപ്പോൾ സാധാരണയായിട്ട് കാണുന്നതാണ്, ഇപ്പം കുട്ടികളുണ്ടായി പ്രസവം നിർത്തിയതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനോ അല്ലെങ്കിൽ അച്ഛനോ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ചില അസുഖങ്ങളുണ്ട്, താലസീമിയ, ഈ ജനറ്റിക് ആയിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ലാത്ത ഒരു
കുറേ അസുഖങ്ങളുണ്ട്. അങ്ങനത്തെ അസുഖങ്ങൾക്ക് ഇപ്പം ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെം സെൽ തെറാപ്പിയാണ്. അപ്പോൾ ഈ സ്റ്റെം സെല്ല് കിട്ടുന്നത് കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിന്റെ അംബിലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾക്കൊടി എന്നുള്ള ആ സെൽസാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നിന്നുള്ള ബ്ലഡും ആ സെൽസാണ് നമ്മൾ ഈ സ്റ്റെം സെല്ലിന് എടുക്കുന്നത്. ഇപ്പം കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖമുണ്ട്, അതിന് ട്രീറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റെം സെല്ല് വേണം. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഈ ഹസ്ബൻഡും വൈഫും ഇനി ഒരു കുഞ്ഞും കൂടെ ഉണ്ടായി ആ കുഞ്ഞിന്റെ കുറേ നമുക്ക് നമ്മുടെ ഈ വാരികകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അവർ ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്ത് വീണ്ടും കുഞ്ഞുണ്ടായി ആ കുഞ്ഞിന്റെ സ്റ്റെം സെൽ ഉപയോഗിച്ച് ഇവരുടെ ട്രീറ്റ്മെന്റ് ഭേദമാക്കി. അപ്പം അതും ഒരു ഇൻഡിക്കേഷനാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ കുട്ടികളില്ലാത്ത സ്ത്രീകൾ ഇപ്പം നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ട്യൂബിന് ഒന്നുകിൽ ജന്മന ബ്ലോക്കുള്ള ട്യൂബുകളായിരിക്കും, ജന്മന 2 അണ്ഡവാഹിനി കുഴലിനും ബ്ലോക്ക് ആയിരിക്കും. അങ്ങനെയുള്ളവർക്കും ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യണം. പിന്നെ മുമ്പ് വേറെ എന്തെങ്കിലും വയറിൽ സർജറി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒട്ടലുണ്ടാവും. ഇപ്പം ട്യൂബും വേറെ അവയവങ്ങളൊക്കെ ഒട്ടിയിട്ട് അത് കിങ്ക് ചെയ്ത് ബ്ലോക്ക് ആവും. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യാം. അങ്ങനെ വളരെയധികം റീസൺസ് ഉണ്ട് ഈ ഒരു സർജറിക്ക് വേണ്ടിയിട്ട്. ഡോക്ടർ, ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ട്യൂബൽ റീകാനലൈസേഷൻ അല്ലാതെ മറ്റെന്തൊക്കെ ഓപ്ഷനാണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം കുഞ്ഞുങ്ങളുള്ള ഒരു സ്ത്രീ അവർക്ക് വീണ്ടും ഗർഭിണിയാവണം. ഇപ്പം 2-3 കുട്ടികളുണ്ട്, അവര് ഒന്നേ മരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലമായിട്ട് അവർക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടാവണം, അല്ലെങ്കിൽ നേരത്തെയുള്ള കുട്ടികൾ അബ്നോർമൽ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കുഞ്ഞാവണമെങ്കിൽ അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വരികയാണ്, എനിക്കൊരു കുഞ്ഞും കൂടെ വേണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 2 ഓപ്ഷൻ കൊടുക്കും. നിങ്ങൾക്ക് ഒന്നേൽ ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ട്യൂബ് 2ഉം ബ്ലോക്ക് ആയിരിക്കുമ്പോൾ നാച്ചുറൽ സാധാരണഗതിയിൽ പ്രഗ്നൻസി ആവത്തില്ല. അതുകൊണ്ട് പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IVF ആണ്, ടെസ്റ്റ് ട്യൂബ് ബേബി. ഈ 2 ഓപ്ഷൻസ് കൊടുക്കും. അപ്പോൾ ഇത് 2ഉം കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ പേഷ്യൻസിനും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പേഷ്യൻസിനും നമുക്ക് ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ ആദ്യം നോക്കുന്നത് ഇപ്പോൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ ഇവർക്ക് ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യമാണ്. ട്യൂബൽ റീകാനലൈസേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ അവസ്ഥയിലാണ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഈ ഒരു സ്ത്രീ പ്രസവം നിർത്തിയത് ഏത് രീതിയിലാണെന്ന് ആദ്യം നോക്കും. ഇപ്പം സാധാരണഗതിയിൽ പണ്ടൊക്കെ ഒരു പ്രസവം നിർത്തിക്കൊണ്ടിരുന്നത് പോമറോയിസ് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. അതായത് ട്യൂബിന്റെ ഒരു നടുഭാഗം ഒരു 2 സെന്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞ് ആ സ്റ്റിച്ചിട്ട് വയ്ക്കും. അതാണ് നമ്മൾ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ചില ആൾക്കാർ ഫിംബ്രിയക്ടമി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്യും. അതായത് ട്യൂബിന്റെ ഒരു പടത്തിൽ കാണുന്ന ഒരു ഭാഗത്തിന് ഒരു എൻഡിൽ നിങ്ങൾക്കൊരു എന്താ പറയുക ഫ്ലവർ പോലൊരു സാധനം, ഒരു പൂ പോലെ വിടർന്നിരിക്കുന്ന ഒരു സാധനം കാണാം. അതാണ് ഈ ഫിംബ്രിയ എന്ന് പറയുന്നത്. അതാണ് ശരിക്ക് അണ്ഡാശയത്തിൽ നിന്ന് അണ്ടത്തിനെ പിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അണ്ടത്തിനെ എടുത്ത് ട്യൂബിലോട്ട് ഇടുന്ന ഒരു സ്ട്രക്ചർ. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ പ്രഗ്നൻസി ആവാൻ പറ്റില്ല. അപ്പം പണ്ട് ഈ ട്യൂബൽ സ്റ്റെറിലൈസേഷൻ, ട്യൂബ് കട്ട് ചെയ്തതിന് ശേഷവും പ്രഗ്നൻസി ആയി ചിലരൊക്കെ കോടതിയൊക്കെ സമീപിച്ചതിന് ശേഷം കുറെ കാലങ്ങളിൽ എല്ലാവരും ഈ ഫിംബ്രിയക്ടമി ചെയ്യും. ഫിംബ്രിയക്ടമി എന്ന് പറഞ്ഞാൽ ആ അറ്റത്തെ പാർട്ട് മുഴുവൻ കട്ട് ചെയ്യും. അത് കട്ട് ചെയ്താൽ 100% മിക്കവാറും പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ കുറെ ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫിംബ്രിയക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്യൂബ് റീകാനലൈസേഷൻ ചെയ്യാൻ പറ്റില്ല. അതായത് ട്യൂബ് റീകാനലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ട്യൂബിന് കട്ട് ചെയ്ത ഭാഗം അവിടെ ബ്ലോക്ക് ആയിരിക്കും. ആ ബ്ലോക്കുള്ള ഭാഗം നിങ്ങൾ വീണ്ടും കട്ട് ചെയ്ത് പിന്നെ പേറ്റന്റ് അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള 2 ഭാഗം വീണ്ടും യോജിപ്പിക്കുകയാണ് ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നേരത്തെ ഇപ്പം അവരുടെ കയ്യിൽ ഡിസ്ചാർജ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ട്യൂബ് കട്ട് ചെയ്തെന്ന് നോക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫിംബ്രിയക്ടമി ആണെങ്കിൽ അത് പറ്റില്ല. അതുപോലെ തന്നെ വേറെ ഫുൾ ട്യൂബും കേടായിട്ടുള്ളതാണെങ്കിൽ അത് വീണ്ടും റീകാനലൈസേഷൻ പറ്റില്ല. അപ്പം നമുക്ക് അത്യാവശ്യം ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 4 സെന്റിമീറ്ററെങ്കിലും ട്യൂബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഈ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. പണ്ട് ഇവർക്ക് കീഹോള് വഴിയാണ് ഫലോപ്പ് റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, റിംഗ് ഇടുക. അതാണ് ഇടുന്നതെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് റീകാനലൈസേഷൻ ചെയ്യാൻ പറ്റും. കാരണം വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ ആ റിംഗ് കിടക്കാറുള്ളൂ. അപ്പം നമുക്ക് ട്യൂബിന് നീളം കിട്ടും. പിന്നെ ട്യൂബിന് നീളമില്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ പേഷ്യന്റ് വരുമ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നേരത്തെ അവർ ചെയ്തിട്ടുള്ള ട്യൂബൽ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ പ്രസവം നിർത്തിയിട്ടുള്ള സർജറി ഏതാണെന്ന് നോക്കിയിട്ട് അത് അത്യാവശ്യം ട്യൂബ് നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ
നീളം കിട്ടും, ട്യൂബിന് നീളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻ്റ് ഇപ്പോൾ 2 കുട്ടികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടി മരിച്ചുപോയി, അപ്പോൾ അവർക്ക് ഇപ്പോൾ ഏജ് 40 വയസ്സായി. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ ഈ ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 40 വയസ്സുള്ളൊരു സ്ത്രീക്ക് അണ്ടോൽപാദനം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ട്യൂബ് റീകാനലൈസേഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർജറി ആയിട്ട് ചെയ്യുന്നതാണ്. അനസ്തീഷ്യയിൽ ഇപ്പം നമ്മൾ ചെയ്യുമ്പം മയക്കിയിട്ടാണ് ചെയ്യുന്ന, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ നീളുന്നൊരു സർജറിയാണ്. ഈ സർജറി ചെയ്തതിന് ശേഷം ഇവർക്ക് അണ്ടോൽപാദനം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സർജറി ചെയ്തത് ഉപയോഗമില്ലാതായി പോകും. അതുകൊണ്ട് ഏജ് നോക്കും. യങ്ങർ ഏജ് ഗ്രൂപ്പാണ്. ഒരു 35 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ നമ്മൾ സാധാരണഗതിയിൽ ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അവരുടെ നേരത്തെ ടെസ്റ്റൊക്കെ ചെയ്ത് അണ്ടാശയത്തിൽ അണ്ടത്തിന്റെ റിസർവ് ഉണ്ടോ ഇതൊക്കെ അറിയാനുള്ള ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതെല്ലാം ചെയ്ത് അണ്ടോൽപാദനം നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ സർജറി ചെയ്യാറുള്ളൂ. ഇല്ല, എൻ്റെ അടുത്ത് സ്ത്രീ ചോദിച്ച ചോദ്യം ഇതിനല്ലാതെ, ഈ ഒരു മാർഗം അല്ലാതെ ഇവർക്ക് വേറെ മാർഗം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീക്ക് ഇപ്പം അണ്ടോൽപാദനം ശരിക്കില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ട്യൂബിന് നീളം അത്ര ആവശ്യത്തിനില്ല, നമ്മൾ സർജറി ചെയ്തിട്ട് കാര്യമില്ല, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോകാൻ പറയുന്നത്. പിന്നെ ടെസ്റ്റ് ട്യൂബ് ബേബിയും ഇതും തമ്മിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ, ടെസ്റ്റ് ട്യൂബ് ബേബിക്ക് ഒന്ന് കോസ്റ്റ് ആണ്. അതായത് ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1-2 ലക്ഷം രൂപ ചിലവാകും. പക്ഷെ സർജറി എന്ന് പറഞ്ഞാൽ വളരെ ഒരു ലിമിറ്റഡ് കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രാവശ്യം സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നുള്ള കാലം മുഴുവൻ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാം. പക്ഷേ IVF എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 മാസം നമുക്ക് ട്രൈ ചെയ്യാം. അത് സക്സസ് ആയില്ലെങ്കിൽ വീണ്ടും IVF ചെയ്യാം, വീണ്ടും അതൊരു അഡീഷണൽ കോസ്റ്റ് ആവും. അപ്പം അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് IVF വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫസ്റ്റ് റിസോർട്ട് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുമെങ്കിൽ ട്യൂബൽ റീകാനലൈസേഷൻ ആണ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ വേറെ. ഇപ്പം റീകാനലൈസേഷൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ IVF മാത്രമാണ്. നമ്മൾ നോക്കും IVFന് പറ്റുന്ന പേഷ്യൻസ്. ഇപ്പം IVFന് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ആണെങ്കിൽ, ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഓൾറെഡി ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത് ട്യൂബൽ കാനലൈസേഷൻ. അവർക്ക് പറ്റുമെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുന്ന ട്യൂബൽ കാനലൈസേഷൻ ആണ്. അവർക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ IVF അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബിയിലോട്ട് പോകാറുള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് രീതികളെ കുറിച്ച് പറഞ്ഞു. ഈ ട്യൂബൽ റീകാനലൈസേഷനെ മറ്റവയിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? എന്തെങ്കിലും ദോഷമുണ്ടോ? ദോഷം എന്ന് പറഞ്ഞാൽ, സാധാരണ നമുക്ക് എല്ലാ സർജറിയും ചെയ്യുമ്പം, ഏത് സർജറി, ചെറിയ സർജറി ചെയ്താലും അതിന് റിസ്ക് ഉണ്ടാവും. ഇപ്പം ഒരു മൈനർ സർജറി ചെയ്താലും നമ്മൾ കൺസെന്റ് അല്ലെങ്കിൽ അവരുടെ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. സർജറിക്ക് ആകുമ്പം എല്ലാ സർജറിക്കും കോംപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരു അനസ്തേഷ്യ മയക്കിയിട്ട് ചെയ്യുന്ന ഒരു സർജറിക്ക് സാധാരണ അനസ്തേഷ്യ കോംപ്ലിക്കേഷൻസ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാം വാസ്കുലർ സപ്ലൈ, അതായത് ബ്ലഡ് സപ്ലൈ, രക്തോട്ടം കൂടുതലുള്ള അവയവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഏതെങ്കിലും ഒരു വെസൽ ബ്ലീഡ്, നമുക്ക് മാർഗങ്ങളുണ്ട് അത് നിർത്താനായിട്ടുള്ളത്, പക്ഷേ എല്ലായ്പ്പോഴും അത് സഹായിക്കണമെന്നില്ല. വളരെ അപൂർവമാണെങ്കിലും പലപ്പോഴും സർജറിക്ക് കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്. അപ്പോൾ ആ സർജറിയുടെ കോംപ്ലിക്കേഷൻസ് എല്ലാം ഈ ഒരു ട്യൂബൽ റീകാനലൈസേഷൻ സർജറിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ പേഷ്യൻസിനും വരുമെന്നല്ല, ഇതെല്ലാം 1% താഴെയാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്, എങ്കിലും അത് ഇവർക്കും ബാധകമാണ്. പിന്നുള്ളത്, നമ്മൾ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ, ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്യൂബിന്റെ 2 അറ്റം യോജിപ്പിച്ച് തയ്ച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ മുടി പോലത്തെ സ്ട്രക്ചറൊക്കെ ലൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ മൂവ്മെന്റിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരാം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഏറ്റവും ഇത് കഴിഞ്ഞിട്ട് സർജറി എല്ലാം കഴിഞ്ഞ് അവർ പ്രഗ്നൻസി ട്രൈ ചെയ്യുമ്പോൾ ഏറ്റവും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇവർ പ്രഗ്നന്റ് ആയി വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസി ആണോ എന്നുള്ളതാണ്. അതെപ്പോഴും റൂൾ ഔട്ട് ചെയ്യണം. അപ്പം പ്രഗ്നന്റ് ആയി വരുമ്പോൾ ട്യൂബിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രഗ്നന്റ് ആയി ഒരു 2 ആഴ്ച കഴിഞ്ഞ് ആദ്യത്തെ സ്കാൻ ചെയ്ത് ഗർഭപാത്രത്തിനുള്ളിൽ തന്നെയാണ് പ്രഗ്നൻസി എന്ന് ഉറപ്പുവരുത്തുന്നത്. അതാണ് ഏറ്റവും മെയിനായിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ ഈ ഒരു സർജറിക്ക് ശേഷം വരുന്നത്.
പിന്നെ നമുക്ക് IVF-ന്റെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IVF-നാകുമ്പോൾ അതും നമ്മൾ ഒരു അണ്ടം കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മയക്കത്തിലാണ് അണ്ടം കുത്തിയെടുക്കുന്നത്. പിന്നെ സാധാരണ ഇതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാറില്ല. പക്ഷെ ഇപ്പം IVF ചെയ്യുമ്പം നമ്മൾ അണ്ടം കുത്തിയെടുക്കുമ്പോൾ അണ്ടം ഉണ്ടാവണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ IVF ലാബിൽ അണ്ടവും ബീജവുമായിട്ട് യോജിപ്പിക്കുമ്പോൾ ഭ്രൂണം ഉണ്ടാകണമെന്നില്ല. ഇതെല്ലാം ഇതിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കോംപ്ലിക്കേഷൻസുകളാണ്. IVF-ന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ഇൻവേസീവ്, അതായത് ഓപ്പണായിട്ട് സർജറി ഒന്നും ചെയ്യുന്നില്ല. ഒരു സർജറി വളരെ മൈനറാണ്. പക്ഷെ വലിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നത് കാരണം അതിന്റെ ചെലവ് വളരെ കൂടുതലാണ് IVF. പക്ഷെ അതേസമയം ട്യൂബൽ റീകാനലൈസേഷൻ ഒരു ഓപ്പൺ സർജറിയാണ് ചെയ്യുന്നത്. ചെലവ് കുറവാണ്. പക്ഷെ അത് സക്സസ്ഫുൾ ആവാനുള്ള ഇങ്ങനെ കോംപ്ലിക്കേഷൻസ്, ട്യൂബൽ പ്രഗ്നൻസി അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് മറ്റേതിനെ അപേക്ഷിച്ച് IVF-നെ അപേക്ഷിച്ച് ശകലം കൂടുതലാണ് ട്യൂബൽ റീകാനലൈസേഷൻ. ഡോക്ടർ, ഈ ശസ്ത്രക്രിയയുടെ രീതിയെ കുറിച്ചൊന്ന് പറയാമോ? ഇതൊരു തുറന്ന ശസ്ത്രക്രിയയാണോ അതോ കീഹോൾ ആണോ? ഏതാണ് കൂടുതലായി ചെയ്യുന്നത്? ശ്രീജ, 3 തരത്തിൽ അത് ചെയ്യാൻ പറ്റും ട്യൂബൽ റീകാനലൈസേഷൻ. നമ്മൾ സാധാരണ എല്ലാ ഓപ്പൺ സർജറീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഓപ്പൺ സർജറീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും സവിശേഷതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ട്യൂബ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂക്കോസൈൻ ട്യൂബിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ വളരെ ഡെലിക്കേറ്റ് ആണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്യൂച്ചർ, തയ്ക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് വളരെ തിന്നാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണ് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സർജറി എന്ന് പറഞ്ഞാൽ എപ്പോഴും മൈക്രോ സർജറിയാണ്. മൈക്രോസ്കോപ്പ് വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ്. മൈക്രോസ്കോപ്പ് ഇല്ലാത്ത സെന്റേഴ്സ് ഇത് ചെയ്യുമ്പോൾ മറ്റേ സെന്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസൾട്ട് കുറച്ച് കുറവായിരിക്കും. നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഇത്രയും നേരിയ നൂലുകളൊക്കെ കണ്ട് ചെയ്യുമ്പോൾ അതിന്റെ സക്സസ് റേറ്റും ആ ട്യൂബിന്റെ അലൈൻമെന്റും ഒക്കെ കുറച്ചും കൂടെ കറക്റ്റ് ആവും. അപ്പോൾ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു എക്യുപ്മെന്റ്സ് എല്ലാം ഫെസിലിറ്റി ഉള്ള മൈക്രോസ്കോപ്പിക് സർജറി ചെയ്യാൻ പറ്റുന്ന ഒരു സെന്ററിൽ സർജറി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഓപ്പൺ ആയാലും കീഹോൾ ആണെങ്കിലും നമ്മൾ സൂം ചെയ്ത്, അതായത് നമ്മൾ നേരിട്ട് കാണുന്ന ഇതിനേക്കാളും ഒരു 5-6 ടൈംസ് സൂം ചെയ്ത് കാണുമ്പോൾ നമുക്ക് സർജറി കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പം എല്ലാം നമ്മൾ കീഹോൾ വഴിയാണ് ചെയ്യാറുള്ളത്. കീഹോൾ ആയാലും ഓപ്പൺ ആയാലും ഉള്ളിൽ ചെയ്യുന്ന സർജറി ഒന്ന് തന്നെയാണ്. പക്ഷെ ചെയ്യുന്ന മോഡ് വ്യത്യാസമാണ്. ഓപ്പൺ ആകുമ്പോൾ നമ്മൾ വയറിലൊരു 4 സെന്റിമീറ്റർ മുറിവ് വരുത്തി ഓരോ ലെയറായിട്ട് ഓപ്പൺ ചെയ്ത് ഗർഭപാത്രത്തിന്റെ സൈഡിൽ പോയി ട്യൂബ് കണ്ടുപിടിച്ച് ട്യൂബ് പൊക്കിയെടുത്ത് ട്യൂബിന്റെ ബ്ലോക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ ആ ഓപ്പൺ ആയിരിക്കുന്ന 2 ഭാഗം നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. ഇത് ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട്, ഒരു നീല കളറിലുള്ള ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഈ 2 ട്യൂബിന്റെ ഭാഗം ഓപ്പൺ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നാണ് സ്റ്റിച്ച് ഇടുന്നത്. ലാപ്രോസ്കോപ്പി എന്ന അതേസമയം ഒരു 3 സുഷിരം മാത്രം മതി, വയർ ഓപ്പൺ ഒന്നും ചെയ്യണ്ട. അതുവഴിയും ചെയ്യാം. പക്ഷെ ലാപ്രോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടർ അല്ലെങ്കിൽ സർജന്മാരോ ഈ ലാപ്രോസ്കോപ്പിയിൽ അത്ര എക്സ്പെർട്ട് ആണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് റോബോട്ടിക് സർജറിയാണ്. ഇപ്പം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ റോബോട്ടിക് സർജറി ഉണ്ട്. അതാവുമ്പം സർജൻസിനുള്ള അത്രയും നേരം നിൽക്കേണ്ട, ഇപ്പം സർജറി ഇപ്പം ലാപ്രോസ്കോപ്പി ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം സർജൻസിന് അതിനുള്ള ചിലപ്പം പെട്ടെന്ന് ക്ഷീണം വരാം, കൈവേദനിക്കും. അപ്പോൾ അവരൊരു കൺസോളിലിരുന്ന് ഇവിടെ ഓപ്പറേറ്റ് ചെയ്താൽ മതി. റോബോട്ട് സർജറി ചെയ്യും. ആര് ചെയ്താലും, ഓപ്പൺ ആയാലും ലാപ്രോസ്കോപ്പി ആയാലും റോബോട്ടിക് ആണെങ്കിലും ഉള്ളിൽ ചെയ്യുന്ന സർജറി എല്ലാം ഒന്ന് തന്നെയാണ്. മെയിൻലി നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ട്യൂബ് റീകൺസ്ട്രക്ട് ചെയ്യുക, മൈക്രോസ്കോപ്പ് വേണം, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുക. ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഈ റീകാനലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു സങ്കീർണത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ സങ്കീർണത എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി. ട്യൂബൽ പ്രഗ്നൻസിയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻസി ഇപ്പം ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാൾ പ്രഗ്നന്റ് ആയിട്ട് വരികയാണ്. അത് കഴിഞ്ഞ് പ്രഗ്നൻസി ആയി ടാബ്ലറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ചിലപ്പോൾ അവര് ഫോളോ അപ്പ് ചെയ്യത്തില്ല. 2 ആഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ വരണം എന്ന് പറയുമ്പോൾ വരാതെ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം പിന്നെ ചിലപ്പോൾ വരുന്ന 3 മാസത്തിലായിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇപ്പം ട്യൂബിലാണ് പ്രഗ്നൻസി എങ്കിൽ അത് വലുതായി പൊട്ടാൻ ചാൻസ് ഉണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ
വളരെ അപകടമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വയറിനകത്ത് ബ്ലീഡിങ് ഉണ്ടാവും, പെട്ടെന്ന് ബ്ലഡ് എല്ലാം ഡ്രോപ്പ് ചെയ്യും, പൾസ് റേറ്റ് ഒക്കെ കൂടും, ഇത് BP ഒക്കെ കുറഞ്ഞ് പേഷ്യൻ്റ് ഷോക്കിൽ പോകും. പിന്നെ രക്ഷപ്പെടുത്താൻ കുറേ ബ്ലഡൊക്കെ അടച്ച് വളരെ ബുദ്ധിമുട്ടാണ്. ഈ ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്ത് ആ ട്യൂബ് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ആളെ രക്ഷപ്പെടുത്താൻ വളരെ പ്രയാസം. അതാണ് സാധാരണ ഈ ഇത് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം. പക്ഷേ ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ, ഈ ട്യൂബൽ റീകാനലൈസേഷൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ 60 തൊട്ട് 70%. അത് വലിയൊരു സക്സസ് റേറ്റാണ്. നമ്മുടെ IVFൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലും നമ്മൾ ഒരു സൈക്കിളിൽ 30 തൊട്ട് 40% സക്സസ് റേറ്റ് പറയുന്നുള്ളൂ. പക്ഷേ ട്യൂബൽ റീകാനലൈസേഷന് അവർക്ക് ഇപ്പോൾ ഒരു മാസം പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ അവർക്ക് അടുത്ത മാസം വീണ്ടും ട്രൈ ചെയ്യാം. ഒരു സർജറി കൊണ്ട് അവർക്ക് അവരുടെ പിന്നുള്ള ലൈഫ് മുഴുവൻ അവർക്ക് പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ പറ്റും. ഒരു 60 തൊട്ട് 70 വരെയുള്ള ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ശതമാനമാണ്. അത് മാത്രമല്ല, ട്യൂബൽ റീകാനലൈസേഷൻ കഴിഞ്ഞാൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഇമീഡിയറ്റ് പിന്നെ ഉള്ള ഒരു 6 മാസമാണ്. ആ സമയത്ത് പ്രഗ്നൻസിയാണ് ഏറ്റവും സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പ്രഗ്നൻ്റ് ആവുന്ന പിന്നെയുള്ള 6 മാസമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഒരു പ്രാവശ്യം ചെയ്തില്ലേ, ഞങ്ങൾ ഒന്നും കൂടെ ചെയ്തോട്ടെ എന്ന്. പക്ഷേ അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. റിപ്പീറ്റഡ് ആയിട്ട് ട്യൂബൽ റീകാനലൈസേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരിക്കൽ കാനലൈസേഷൻ ചെയ്ത് ശരിയായില്ലെങ്കിൽ പിന്നെ ഉള്ള മാർഗം IVF ആണ്. എന്തായാലും അവർക്ക് ഒരു കുഞ്ഞും കൂടെ ആയിരിക്കും ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ളപ്പം വീണ്ടും വീണ്ടും സർജറി ചെയ്യുന്നതിനേക്കാളും ഒരു പ്രാവശ്യം സർജറി ചെയ്ത് ഫെയിൽ ആയതാണ്. ഇപ്പോൾ ഒരു വർഷത്തിനകം കുഞ്ഞുണ്ടാവുന്നില്ല, അവർക്ക് കുഞ്ഞുണ്ടാവുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണെങ്കിൽ പിന്നെ ഓപ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും സർജറി ചെയ്യുന്നതിനേക്കാളും IVF എന്ന് പറഞ്ഞ മൊഡാലിറ്റിയാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത്. ശരി, ട്യൂബൽ റീകാനലൈസേഷനെ കുറിച്ചായിരുന്നു ആരോഗ്യ വാർത്തയിൽ ഇന്ന് ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം മെഡിട്രീന ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം ചീഫ് കൺസൾട്ടന്റും ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ പ്രീത PR ആണ്. ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്ത് വിവരങ്ങൾ പങ്കുവച്ചു.